പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിക്രം ശ്രീകാന്തിനെ അടിക്കാനായിട്ട് പോകുമ്പോൾ വേദ പറയാ നിങ്ങളെ കൊണ്ട് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അതല്ല വേണ്ടത്. അച്ഛൻ്റെയും സമൂഹത്തിന്റെ മുന്നിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യണം. അതുമാത്രമല്ല ഓഫീസിൽ ഒരുപാട് തിരിമറി നടന്നിട്ടുണ്ട്, അതിന്റെ എല്ലാം രേഖകൾ എടുക്കാനായിട്ട് ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് കിട്ടിയിട്ട് വേണം നിയമപരമായിട്ട് പോരാടാൻ. അപ്പോൾ വിക്രം പറയാം നിയമപരമായിട്ട് അങ്ങനെ അങ്ങ് അവരെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേദ പറയണം അതൊക്കെ പറ്റും. വിക്രം എടുത്തു ചാടി ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ വിക്രമിന്റെ ഭാവി ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊന്നും വേണ്ട, നമുക്ക് അവരെ നിയമപരമായിട്ട് തന്നെ പോരാടാം. വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തെളിയിക്കണം. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ അന്തസ്സായിട്ട് വിക്രമിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റണം. ഇതൊക്കെ കേട്ടിട്ട് വിക്രം ശാന്തനായിട്ട് കട്ടിലിൽ വന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് അമ്മയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, നീ പറയുന്ന എന്തോ അനുസരിക്കാന്ന്. അപ്പോൾ വേദ പറയുകയാണ് എങ്കിൽ പിന്നെ അതാ നല്ലത്, ഇനി കുഴപ്പത്തിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് വിക്രമിനെ ഇങ്ങനെ തലോടുകയാണ് വേദ. അപ്പോൾ വിക്രം വേദയെ നോക്കി ചിരിക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് ശങ്കരനാരായണൻ പത്മവുമായിട്ട് വേദ എടുത്ത് സംസാരിക്കാനായിട്ട് വേദയുടെ മുറിയിലേക്ക് വരുന്നു. മുറിയിൽ തട്ടുമ്പോൾ വേദ കതക് തുറന്നിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക. അച്ഛൻ എന്തിനാ വന്നേന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് വേദ പറയാം വാച്ച അകത്തേക്ക് വാ. അപ്പോൾ ശങ്കരൻ പറയാണ് വേണ്ട, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ വേദ പുറത്തേക്ക് ഹാളിലേക്ക് ചെന്നിട്ട് മൂന്നുപേരുമായിട്ട് നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ശങ്കരൻ പറയുകയാണ് നീ കൊച്ചുകുട്ടിയല്ല, നീ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വകതിരിവോടെ പെരുമാറാനുള്ള പ്രായമായി. പിന്നെ നിന്റെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിനക്ക് തന്നെയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛൻ നിന്നോട് ഈ കാര്യം പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പറയച്ച എന്ന് വേദ പറയുമ്പോൾ ശങ്കരൻ പറയുകയാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയ ആ ദിവസത്തിന്റെ തലേന്ന് ഈ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നിരുന്നു, നിന്റെയും ദർശന്റെയും ഹൽദി ചടങ്ങ്. എല്ലാവരും എന്ത് സന്തോഷത്തോടെ അത് ആഘോഷിച്ചത്. അപ്പോൾ വേദ ചോദിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അച്ഛാ. അപ്പോൾ ശങ്കരൻ പറയാ ഞാൻ ഇതുവരെ നിന്നോടൊന്നും സംസാരിച്ചിട്ടില്ല, ഇനിയെങ്കിലും ഞാനൊന്ന് സംസാരിച്ചോട്ടെ വേദ. പത്മം പറയുകയാണ് മോൾ അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്, എന്നിട്ടൊരു തീരുമാനം എടുത്താൽ മതി. അങ്ങനെ ശങ്കരൻ പറയുകയാണ് അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേനെ. പക്ഷെ നീ തിരഞ്ഞെടുത്തത് മറ്റൊരു ജീവിതമാണ്. അന്ന് താലിയുടെ പവിത്രത എന്ന് പറഞ്ഞ് നീ ആ വീട്ടിൽ പോയെങ്കിലും അതല്ല കാരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് അമ്മയെ മാത്രമേ പറ്റിക്കാനാവൂ. പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു നീ പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് അവൻ്റെ അടുത്തേക്ക് പോയതെന്ന്. പക്ഷെ അത് അപകടമാണെന്ന് മനസ്സിലാക്കി പലവട്ടം നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു, എന്നിട്ട് അത് നടന്നില്ല. പതിയെ പതിയെ നീ ആ കുടുംബത്തിലെ ഒരു അംഗമായി. ഞങ്ങൾ നിനക്ക് അന്യരായി മാറി. ഞങ്ങളെക്കാൾ സ്നേഹം അവർ നിനക്ക് തരുന്നുണ്ടെന്ന തോന്നൽ നിനക്കുണ്ടായി. എന്തായാലും ഞങ്ങളെക്കാൾ നല്ല മാതാപിതാക്കളാണ് അവരെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലേ. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ നിന്നോട് ഒരേ ഒരു ചോദ്യം ചോദിക്കുക. നീ അവനെ ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടും അവനെ സംരക്ഷിച്ച് കൂടെ നിർത്തിയിട്ടും അവനെ നിനക്ക് നേരെയാക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പോഴും ആ ശ്രീകാര്യൻ ശ്രീനിവാസൻ പറയുന്നത് അനുസരിച്ച് കഴിയുന്ന ഒരു ഗുണ്ടയല്ലേ അവൻ? അല്ലെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് നീ പ്രൂവ് ചെയ്യണമായിരുന്നു നീ പറയുന്നത് അനുസരിച്ച് ജോലിക്ക് പോയി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുത്തനായെന്ന്. ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം വിക്രം ബാത്റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശങ്കരൻ ചോദിക്കുകയാണ് ഇതുവരെ അവനെ നേരെയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു പരാജയമാണെന്നല്ലേ? അതുമാത്രമല്ല നീ ദാമ്പത്യ ജീവിതം അല്ല നയിക്കുന്നത്, നീ യഥാർത്ഥത്തിൽ ഒരു ഭാര്യയായിട്ട് അഭിനയിക്കുകയല്ലേ. ആ അഭിനയം ഇങ്ങനെ തുടരുവാണെങ്കിൽ അവസാനം നിനക്ക് കിട്ടാൻ പോകുന്ന വേഷം എന്താണെന്ന് വെച്ചാൽ ഒരു വിധവയുടെ ആയിരിക്കും. ആരുടെയെങ്കിലും ഒരു കത്തിമുനയിൽ തീരാവുന്നതേ ഉള്ളൂ അവൻ്റെ ജീവിതം. പക്ഷേ നീ ദർശൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. നിനക്ക് എന്ത് വിഷമഘട്ടം ഉണ്ടായാലും ദർശൻ ആ സമയത്ത് തന്നെ അവിടെ എത്തും. നിന്നോട് ഇതുവരെ നോ പറഞ്ഞിട്ടുണ്ടോ? നിനക്കൊരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് കരുതി വിക്രമിന് വേണ്ടി കോടതിയിൽ വരെ ഹാജരായിട്ടില്ലേ? അതുമാത്രമല്ല അവൻ നന്നായെന്ന് വിചാരിച്ച് ഞാൻ ദർശനോട് പറഞ്ഞ് വിക്രമിന് വേണ്ടി ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ നടത്തിയിട്ടും അവൻ നേരെ ആവുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇനി ഒരിക്കലും അവനെ മാറ്റാൻ കഴിയില്ലെന്നല്ലേ. അതുകൊണ്ട് മോള് നല്ലൊരു ജീവിതം ഇനിയെങ്കിലും തിരഞ്ഞെടുക്കണം. എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നേല്ലേ, ഇനിയെങ്കിലും ദർശനുമായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ പത്മം പറയുകയാണ് ഞങ്ങൾ ചന്ദ്രശേഖരനുമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. അപ്പോൾ വേദ പറയുകയാണ് അച്ഛനൊരു ബുദ്ധിമാനായ ആളാണ്. അച്ഛൻ്റെ വിധിന്യായങ്ങൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അച്ഛൻ എന്ത് ബ്രില്യൻ്റ് ആണ്. പക്ഷേ കുടുംബത്തിൽ വരുമ്പോൾ അച്ഛൻ തീരെ ഒരു പരാജയം മാത്രമാണ്. കാരണം ആരെയും മനസ്സിലാക്കാൻ അച്ഛനായിട്ടില്ല. അച്ഛൻ തുടങ്ങിയെടുത്ത് തന്നെ ഞാൻ ആരംഭിക്കാം. അന്ന് നിങ്ങളെല്ലാവരും ഒരു വിധവയുടെ വേഷം കെട്ടി വിക്രമിൻ്റെ വിധവയായിട്ട് ഒരു അമ്പലത്തിൽ കൊണ്ടുപോയില്ലേ? അന്ന് ഞാൻ ഇറങ്ങി ഓടിയപ്പോൾ അന്നത്തെ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. നീ കാരണമാണ് ഇവരെന്നെ ഇല്ലാതാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഞാൻ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു വാചകം ഞാൻ കേട്ടു. അച്ഛൻ അതിൽ പറയുന്നുണ്ട് വിക്രമിനെ ഇല്ലാതാക്കാൻ. അച്ഛൻ പറയുന്നത് പോലെ ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഞാൻ വിക്രമിൻ്റെ വീട്ടിലേക്ക് പോയത്. ഞാൻ കാരണം ഒരു ജീവൻ ഇല്ലാതാവാതിരിക്കാൻ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് കയറിയത്. ഇതെല്ലാം അകത്തിരുന്ന് കേട്ട വിക്രം ആകെ തകർന്നു പോകുകയാണ്. വിക്രം പൊട്ടിക്കരയാൻ തുടങ്ങുന്നു.
എൻ്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനൊന്നും സംസാരിക്കുമെന്ന് പോലും ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടേയില്ല. എൻ്റെ മനസ്സിൽ ഞാൻ കുടിയിരുത്തുന്ന ആ ദൈവം അതോടെ ഇല്ലാതായതാ. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ സ്വന്തം അച്ഛനമ്മമാരെക്കാൾ സ്നേഹിക്കുന്നത് മറ്റൊരു കുടുംബമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. ഒരു മക്കളും അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാനും പോകുന്നില്ല. പക്ഷേ ആ അമ്മ എന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ആ അച്ഛൻ ഒരിക്കലും വിക്രമിനെ ഒരു തെറ്റായ വഴിയിലേക്ക് പോകാൻ അനുവദിച്ചിട്ടുമില്ല. എനിക്ക് അവരോടെല്ലാം സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ദർശൻ്റെ കാര്യം, അച്ഛൻ യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ല. ദർശനും ഞാനും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്. ഞാൻ എന്ന് വിക്രമിൻ്റെ ജീവിതത്തിൽ പോകാൻ തീരുമാനിച്ചു അന്ന് മുതൽ ദർശൻ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്. ഈ ബെസ്റ്റി എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയുമെങ്കിലും അതിൻ്റെ ഉത്തമ ഉദാഹരണം ദർശൻ തന്നെയാണ്. ദർശൻ എന്നും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. എൻ്റെയും ദർശൻ്റെയും വിവാഹം ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മുത്തശ്ശൻ എൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ. അത് എന്നാണോ അച്ഛന് മനസ്സിലാവുന്നത് അന്ന് അച്ഛന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എൻ്റെ പേരിൽ മുത്തശ്ശൻ എഴുതി വെച്ച ആ സ്വത്തുക്കൾ ഈ കുടുംബം വിട്ട് പുറത്തു പോകരുത്. അതിനുവേണ്ടിയാണ് എന്നെയും ദർശനെയും ഒന്നിപ്പിക്കാൻ ഇവിടെ പലരും ശ്രമിക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ സമയമാവുമ്പോൾ അച്ഛനോട് ഞാൻ പറയാം. ഇനി പ്രത്യേകിച്ചൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല എന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് പോകുന്നു. വിക്രം ഇതെല്ലാം കേട്ടിങ്ങനെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ ശങ്കരനും വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാവാതെ എന്താ ഈ കുട്ടി പറയുന്നതെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുന്നു. വേദ അകത്ത് കയറിയിട്ട് വിക്രം എവിടെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വിക്രം അവിടെ സ്റ്റോർ റൂമിലാണെന്ന് മനസ്സിലായിട്ട് വേദ അവിടെ ബെഡിലിരുന്ന് കരയാൻ തുടങ്ങുകയാണ്. പക്ഷേ ഈ സമയം വിക്രം ബാത്റൂമിൽ നിന്ന് എല്ലാം കേട്ടിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാന്തിനെ കാണാനായിട്ട് അങ്ങനെ ജോണി വരുന്നു. അപ്പോൾ ശ്രീകാന്ത് ഇരിക്കാൻ പറയുമ്പോൾ ജോണി അതൊന്നും വേണ്ട സർ. അങ്ങനെ ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ് എന്തൊക്കെയായി കാര്യങ്ങൾ. അപ്പോൾ ജോണി പറയുന്നുണ്ട് നാഗർകോവിലിൽ എവിടെയോ പുള്ളിക്കനുണ്ടെന്നാ വിക്രമിൻ്റെ കൂട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ശ്രീകാന്ത് ഞെട്ടലോടെ ചോദിക്കുകയാണ് അപ്പോൾ അവരെല്ലാം ഒറ്റക്കെട്ടായോ? ഇത് കേൾക്കുമ്പോൾ ജോണി പറയാണ് അത് പിന്നെ വിക്രമല്ല ഇത് ചെയ്തതെന്ന് എന്തായാലും വാസവൻ സാറിന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാം അതിനെല്ലാം കാരണക്കാരി ആ ദീപ്തി മാത്രമാണ്. അങ്ങനെ ജോണിയോട് ചന്ദ്രശേഖരൻ പറയുകയാണ് നീ അവരുടെ ഒപ്പം തന്നെ പോകണം, എന്നിട്ട് അവരെ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആദ്യം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടേ വാസവൻ എത്താൻ പാടുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് ജോണി അവിടെ നിന്ന് വിടുന്നു. എന്നിട്ട് ശ്രീകാന്തിനോട് ചന്ദ്രശേഖരൻ പറയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോകണം, നമ്മളായിരിക്കും നമ്മളുടെ ആദ്യം ചെല്ലേണ്ടത്, എന്നിട്ട് വാസവന് മുമ്പ് അത് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് ഇങ്ങെത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത പ്രോമോയിൽ കാണിക്കുന്നത് വിക്രം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വേദയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഒന്നാവുന്ന സന്തോഷകരമായ നിമിഷങ്ങളാണ് കാണിക്കുന്നത്. വിക്രമിന് വേദയെ തിരിച്ചറിയുന്നു. വിക്രം വേദയെ സ്വന്തം സ്വന്തമാക്കുകയാണ്, എന്നേക്കും സ്വന്തമാക്കുന്ന നിമിഷങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ. അപ്പോൾ നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കല്ലേ. താങ്ക്